ഗൈസ് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങ കേട്ടോ. പാർക്കിലാണ്. ഞാൻ മാത്രമല്ല കുറേ ആൾക്കാരുണ്ട് ചുറ്റും. ഗൈസ് അപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് തന്ന ഇയാളാട്ടോ. ഇത് ഇവിടുത്തെ പോലീസ് ഓഫീസറാണ്. നല്ല അടിപൊളി ബിഹേവിയറാണ്. കാര്യം പൈസ ഉള്ളതിനെ കൊണ്ട് എൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസ എടുക്കാനും ഇല്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. എൻ്റെ ഈ ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കിത് കാര്യം കറക്റ്റ് മനസ്സിലാവും. ഇനി ഇത് തീരെ ഫീൽ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ക്യാഷിൻ്റെ വില എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവും. ഗൈസ് അപ്പോൾ ഞാൻ ലൊക്കേഷനിലെത്തി. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 3 കിലോമീറ്റർ നടന്നേ ഉണ്ടാവും കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഓക്കെയാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് കംബോഡിയയിലത്തെ ഇൻഡിപെൻഡൻറ്റ് മൊനുമെൻറ്റ് കേട്ടോ. സോ നിങ്ങൾ കംബോഡിയയിൽ ഫെനോം സിറ്റി വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യണം. സോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഗൈസ് അപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് തന്ന ഇയാളാട്ടോ. ഇത് ഇവിടുത്തെ പോലീസ് ഓഫീസറാണ്. നല്ല അടിപൊളി ബിഹേവിയറാണ്. ഓക്കെ, അപ്പോൾ വയർലെസ് അടിപൊളി ബിഹേവിയർ ആട്ടോ. ഒരു കുഴപ്പമില്ല. ഞാൻ ആദ്യം കുറച്ചൊന്ന് അമ്പരന്ന് അല്ല ഒരു പരപരെന്ന് അതിന് ബബ്ബ അടിച്ച് ഞാൻ ചോദിച്ചു ഒരു ഫോട്ടോ എടുത്ത് തരുമോ. പക്ഷേ പിന്നെ അവർ ഓക്കെ പറഞ്ഞു. ഗൈസ് ഇതൊരു ക്ലീൻ സിറ്റി ആട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഞാൻ വന്നപ്പോൾ കംബോഡിയയിലെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടില്ലായിരുന്നു. നോർമലി നമ്മൾ കുറച്ചൊന്ന് ഇത് കാണിപ്പിക്കുന്ന മെയിനായിട്ട് ഞാൻ പാമ്പിനെയൊക്കെ കാണാനായിരുന്നു പോയത്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മാർക്കറ്റ്, അതുപോലെ റൂംസ്, കുറച്ച് ലോക്കൽ ഏരിയാസിൽ മാത്രമായിരുന്നു പോയത്. റിച്ചസ്റ്റ് ഏരിയാസിൽ തീരെ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം മനസ്സിലായി കംബോഡിയ അടിപൊളിയാണ്. കാര്യം ഇത് ഫെനോം സിറ്റി. നിങ്ങളിപ്പോൾ ഞാൻ ഒരു ഓവർവ്യൂ കാണിച്ചു തരാം. ഇങ്ങനെ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവില്ല. കാര്യം സിറ്റീസൊക്കെ അത്യാവശ്യം അടിപൊളിയായി വരുന്നുണ്ട്. നമ്മുടെ ഏകദേശം ഒരു എന്താ പറയുക അബുദാബി ടച്ചൊക്കെ. കാര്യം മുമ്പ് ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല. പക്ക ഒരു ലോക്കൽ കൺട്രി എന്നാണ് വിചാരിച്ചത്. എന്തിനാ അവന്മാർ അഹങ്കരിക്കുന്നതെന്ന് വരെ ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം മനസ്സിലായി അവർക്ക് അഹങ്കരിക്കാൻ പാകത്തിനുണ്ട്. അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് പോകേണ്ടി റോയൽ പാലസിലേക്കാട്ടോ. അതും അത്യാവശ്യം ഫേമസ് സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. ഒരുപാട് ദൂരമൊന്നുമില്ല. ഗൈസ് ഇതുപോലെ നമ്മളെ സിറ്റി ആക്കി എടുക്കാൻ ഒരു പണിയില്ല കേട്ടോ. അതൊക്കെ സിമ്പിൾ വർക്കാണ്. ഒരുപാട് എന്താ പറയുക, ജസ്റ്റ് ഞാൻ നോക്കിയെടുത്തോളം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ തന്നെ ഏകദേശം ഓക്കെ ആവും. പിന്നെ കംബോഡിയ അത്ര വലിയ പൈസ ഉള്ള കൺട്രി ഒന്നുമല്ല. നോർമലായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പരിപാടി സിമ്പിളായിട്ട് നടക്കും. കാര്യം ഒരു കോടിക്ക് പണിയാൻ പറ്റുന്ന പാലാണെങ്കിൽ ഗവൺമെൻറ് പണിയുമ്പോൾ അത് 5 കോടിയാവും അതിന് ചിലവ്. അവർ മുക്കുന്ന 4 കോടിയിൽ നിന്ന് 2 കോടി മാറ്റി വെച്ചാൽ പോരെ. ജസ്റ്റ് നമുക്ക് സിറ്റി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പുതിയ ഉണ്ടാക്കിയൊന്നും വേണമെന്നില്ല. ഉള്ളത് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. എനിക്ക് ഒന്ന് ജസ്റ്റ് വേസ്റ്റ് ബാസ്ക്കറ്റ് തന്നെ വാങ്ങുകയാണെങ്കിൽ ഓക്കെ. മ്യൂസിയം, അതിനുശേഷം 2 മണിക്ക് റോയൽ പാലസ് ഓപ്പൺ ആവും കേട്ടോ. റോയൽ പാലസും അതുപോലെ മെയിനായിട്ട് ഇൻഡിപെൻഡൻറ്റ് മൊനുമെൻറ്റും അതിന് മെയിനായിട്ട് നമ്മൾ നോക്കി. പക്ഷേ എന്താ പറയുക, മ്യൂസിയം കൂടെ കണ്ടപ്പോൾ അവിടേക്ക് കൂടെ പോകാമെന്ന് വെച്ചു. പക്ഷേ ഇപ്പം ഞാൻ ഡയറക്റ്റ് പോകുന്നത് ടോയ്ലറ്റിക്ക്. ഇവിടെ രക്ഷയില്ല. പള്ളിയും ഇല്ല, അമ്പലവും ഇല്ല, ഒരു സംഭവമില്ല ടോയ്ലറ്റിൽ പോകാൻ. ഞാൻ പബ്ലിക് ടോയ്ലറ്റ് നോക്കിയപ്പോൾ ഏകദേശം ഒരു 800 മീറ്റർ അപ്പുറത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇപ്പം അങ്ങോട്ട് പോവാം. ഇതിൻ്റെ നേരെ അപ്പുറത്താണ് റോയൽ പാലസിൻ്റെ നേരെ ഒരു മൂലയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് റോയൽ പാലസിൻ്റെ ബാക്കിലാണ്. അപ്പോൾ റോയൽ പാലസ് ഇനി ഓപ്പൺ ആവാൻ ഇനി 2:30 ആവും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:45 എങ്ങനെ ആയിട്ടേ ഉള്ളൂ. സമയമുണ്ട്, കുറേ സമയമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ കംബോഡിയൻ്റെ ഫ്ലാഗ് കാണാം. പിന്നെ ജസ്റ്റ് ഇവിടെ കംബോഡിയയുടെ ക്യാപിറ്റൽ ഫെനോം സിറ്റീനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലം കേട്ടോ. പേര് ചെറിയൊരു പുഴ അല്ലെങ്കിൽ നദി പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഇവിടുന്ന് അങ്ങോട്ട് ഫെറി സർവീസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അപ്പുറത്തേ പോകണമെന്നുണ്ടെങ്കിൽ ഫെറി സർവീസ് ഉണ്ട്. ഗൈസ് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങ കേട്ടോ. പാർക്കിലാണ്. ഞാൻ മാത്രമല്ല കുറേ ആൾക്കാരുണ്ട് ചുറ്റും നോക്കുകയാണെങ്കിൽ. കണ്ടില്ലേ, ഇവിടെ 2 മണിക്ക് ഓപ്പൺ ആവും. ഇപ്പോൾ സമയം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12 മണി പോലും ആയില്ല. അല്ല 1 മണി പോലും ആയില്ല. സമയമുണ്ട് എനിക്ക് കുറേ. അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ രാത്രി ഉറക്കുകയില്ല. ഐഡിയക്കാരെ ചെറിയൊരു പണി കിട്ടി. കാര്യം ഞാൻ ഈ പാർക്കിൽ കിടന്ന് ഉറങ്ങിട്ടോ കുറേ നേരം. പിന്നെ 2:30 ആയപ്പോൾ ഈ ഒരു റോയൽ പാലസ് ഓപ്പൺ ആയി. ഞാൻ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഫോറിനേഴ്സിന് അവർ $10 ചാർജ് ചെയ്യുന്നുണ്ട്. 820 രൂപ 1 മണിക്കൂറൊക്കെ. അപ്പോൾ ഞാനിത് ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് ആ പേയ്മെൻറ്റ് കണ്ടിട്ട് എനിക്കെന്തോ കയറാൻ തോന്നിയില്ല. വേറൊന്നും ആൾക്കാരൊന്നും വിചാരിക്കേണ്ട. കാര്യം എൻ്റെ കയ്യിൽ അങ്ങനെ അങ്ങോട്ട് ക്യാഷ് എടുക്കാനും ഇല്ല. അത് വേറെ കാര്യം പല ആൾക്കാർക്കും ഇപ്പോൾ നെഗറ്റീവ് അടിക്കുന്നുണ്ടാവും. ഇവനെന്താണ് അവിടെ വരെ പോയിട്ട് പിന്നെ ക്യാഷ് ഉണ്ട് എന്ന് വിചാരിച്ച് കയറാതെ പോരുകയാണോ. ശരിയാണ്, നിങ്ങൾക്ക് എന്തായാലും തോന്നും, ഉറപ്പാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ
ക്യാഷ് എൻ്റെ കയ്യിൽ അങ്ങനെ എടുക്കാനില്ല. ഞാൻ പിന്നെ കണക്ക് കൂട്ടുന്നത് ഈ ഒരു 820 രൂപയ്ക്ക് 1.5 മണിക്കൂർ നമുക്ക് ഇതിൽ വിസിറ്റ് ചെയ്യാം. ഓക്കെ, മാക്സിമം സ്ഥലങ്ങളൊക്കെ കണ്ടിറങ്ങാം. പക്ഷേ ആ ഒരു എമൗണ്ട്, ആ ഒരു കാര്യം ഞാൻ വേണ്ടാന്ന് വെച്ച് ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ എടുത്തിട്ട് ഞാൻ ആ 820 രൂപയ്ക്ക് എനിക്ക് വേണമെങ്കിൽ ഒരു ബസ് എടുത്തിട്ട് ഡയറക്റ്റ് തായ്ലൻഡ് പോവാം. തായ്ലൻഡ് എന്ന രാജ്യത്ത് എത്താൻ പറ്റും. ഏകദേശം 10-12 മണിക്കൂർ യാത്രയുള്ള ആ ഒരു സംഭവം നടക്കും. അതിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിനോട് വലിയൊരു താല്പര്യമില്ല. പേയ്മെൻറ്റ് കൊടുത്തിട്ട് അങ്ങനെ കയറണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ബാക്കി നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ മാക്സിമം കണ്ടിരിക്കണം. അത് ഞാൻ കാണുന്നുമുണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ ഒരു ഇഷ്ടം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു താല്പര്യം എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് പോവുക, അവിടുത്തെ മാക്സിമം ലോക്കൽ ഏരിയാസ് പോയി വിസിറ്റ് ചെയ്യുക, അവിടെയുള്ള ആൾക്കാരെ കൂടെ ജസ്റ്റ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അതുപോലെ പിന്നെ അവിടുത്തെ ഫുഡ് കഴിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്കൊരു താല്പര്യമുള്ളത്. അല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയാൽ കാര്യമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഗൈസ്, ഞാനിപ്പോൾ തിരിച്ച് പള്ളിയിൽ തന്നെ എത്തിയിട്ടോ. അവിടെ നിന്ന് എൻ്റെ ഫോണും അതുപോലെ ക്യാമറയൊക്കെ ചാർജ് കംപ്ലീറ്റ് കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഏകദേശം 3-4 കിലോമീറ്റർ കൂടി നടന്ന് വന്ന കേട്ടോ. അപ്പോൾ അതൊന്നും കിട്ടിയില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ട്, ക്യാമറ ചാർജ് ചെയ്തു. പിന്നെ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് പോയതാട്ടോ പോകുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെ ചെയ്യാറാണ്. കാരണം പള്ളിയിലും ഈ അമ്പലത്തിലൊക്കെ നമ്മൾ എന്ത് സാധനം വെച്ച് പോയാലും സേഫാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൾക്കാർ അവിടെ നിന്ന് അങ്ങനെ ചാമ്പാൻ നിൽക്കില്ല. പിന്നെ ഇനി നമ്മളെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് നേരെ തായ്ലൻഡ് ബോർഡറിലേക്ക് പോവാണ്. അപ്പോൾ തായ്ലൻഡ് ബോർഡറിലേക്ക് എനിക്ക് തോന്നുന്നു 300 കിലോമീറ്റർ സംതിങ്, അല്ലെങ്കിൽ അറൗണ്ട് 300 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. അപ്പോൾ 3 ഓപ്ഷൻ ഉണ്ട്: ബസ്, ട്രെയിൻ, അതുപോലെ ട്രക്ക്. ബസ്സാണെങ്കിൽ ഏകദേശം $17 വരും, എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 1300 സംതിങ് വരും. ട്രെയിനാണെങ്കിൽ ഏകദേശം $20 വരും, $21 ഒക്കെ വരും, 1600 സംതിങ് അത്രത്തോളം ആവുന്നുണ്ട്. പിന്നെ ട്രക്കാണെങ്കിൽ 0 പേയ്മെൻറ്റ്, ഒറ്റ പൈസ ആവില്ല. എന്തായാലും നോക്കട്ടെ, എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്തില്ല. പിന്നെ ഇനി നമുക്ക് 4 കൺട്രീസ് ഇനിയും വിസിറ്റ് ചെയ്യാനുണ്ട്. തായ്ലൻഡ് കൂടെ കൂട്ടുകയാണെങ്കിൽ 5 കൺട്രീസ് ഇനിയും പോകാനുണ്ട്. അപ്പോൾ സമയമില്ല. ഞാനിപ്പോൾ വന്നിട്ട് തന്നെ ഏകദേശം 33 ദിവസം കഴിഞ്ഞു. 34 ദിവസം കഴിഞ്ഞു ഇന്നത്തോടുകൂടി. ഇതുവരെ നമ്മൾ ഏകദേശം ഇന്ത്യ, ഭൂട്ടാൻ, ഏകദേശം 5 കൺട്രീസ് മാത്രമേ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇന്ത്യ കൂട്ടാതെ കേട്ടോ, 5 കൺട്രീസ് മാത്രമേ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയും പോകാനുണ്ട്. കംബോഡിയ ഇനി പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഓൾറെഡി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ പോകാത്ത സ്ഥലങ്ങളിലും കൂടെ പോയി. അപ്പോൾ പിന്നെ ഓക്കെയാണ്. ഇന്ന് പിന്നെ ഒരു സ്ഥലം ഞാൻ മിസ് ചെയ്തല്ലോ, അത് നോക്കണ്ട. ആ കാര്യം പൈസ ഉള്ളതിനെ കൊണ്ട് എൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസ എടുക്കാനുമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. എൻ്റെ ഈ ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കിത് കാര്യം കറക്റ്റ് മനസ്സിലാവും. ഇനി ഇത് തീരെ ഫീൽ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ക്യാഷിൻ്റെ വില എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ എനിക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നതോടുകൂടി എനിക്ക് പ്രയോജനം. ഞാൻ ഇന്നും ആ ഒരു പാർക്കിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി കിട്ടണം നമുക്ക്, എന്നാലേ പോകാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇവിടുന്ന്, ഇപ്പോൾ കംബോഡിയ തന്നെ ആയിട്ടുള്ളത്, ഇവിടുന്ന് ഫുഡ് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകണം. പോകുന്ന വഴിക്ക് ചിലപ്പോൾ നമുക്ക് നല്ല ഫുഡൊന്നും കിട്ടുന്നുണ്ടാവില്ല. മാത്രമല്ല ഈ കബാബില്ലേ, കഴിക്കാൻ 2 ആകാം, പോകുന്ന നേരം അത് കഴിക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്ന് തായ്ലൻഡ് എത്തൂല, നാളെ മാത്രമേ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് പൊയ്പെറ്റി എന്ന് പറഞ്ഞ സ്ഥലം വരെ എത്താം. എന്ന് വെച്ചാൽ ബോർഡറിൻ്റെ അടുത്ത് വരെ എത്താം. സമാനമായിട്ടോ രാവിലെ വാങ്ങി സെയിം ഐറ്റം. അപ്പോൾ ഇവർ അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ട് തോന്നുന്നു. ഞാൻ തന്നെ 5 വാങ്ങി വിടുന്നത്. എനിക്കൊന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്, സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. ബാക്കി എന്ത് ഫുഡ് കഴിച്ചിട്ടും എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തി വന്നില്ല. ഇനിയിപ്പോൾ എല്ലാവരുടെ കേസും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്നുവെച്ചാൽ 5 ഏകദേശം നമ്മുടെ നാട്ടിൽ 400 രൂപ വരും. ഇവിടെ നിന്ന് 5 വാങ്ങുമ്പോൾ 4×5 20,000 കംബോഡിയൻ റയലാണ് കോസ്റ്റ് വരും.